ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു പർച്ചേസ് ഓർഡർ എങ്ങനെ പർച്ചേസ് ബില്ലാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം അതിനായിട്ട് ഫസ്റ്റ് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യണം. പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത് ട്രാൻസാക്ഷനിലാണ്. ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്യുക, ട്രാൻസാക്ഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ പർച്ചേസ് ഓപ്ഷൻ, പർച്ചേസ് എൻട്രി, പർച്ചേസ് ഓർഡറിൽ ക്ലിക്ക് ചെയ്യുക. പർച്ചേസ് ഓർഡർ ആദ്യം ഓർഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. സപ്ലയറിനെ സെലക്ട് ചെയ്യുക. എന്തൊക്കെ പ്രൊഡക്റ്റ് ആണോ ഓർഡർ ചെയ്യാനുള്ള ആ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര ക്വാണ്ടിറ്റി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സേവ് ചെയ്യുവാണ്. ഇപ്പോൾ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി ഈ പർച്ചേസ് ഓർഡർ പർച്ചേസ് എൻട്രിയിൽ എങ്ങനെ എടുക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് എൻട്രി ഓപ്പൺ ചെയ്യുകയാണ്. പർച്ചേസ് എൻട്രി F2, സപ്ലയറെ സെലക്ട് ചെയ്യുക. ഇവിടെ പർച്ചേസ് ഓർഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പർച്ചേസ് ഓർഡറിൽ ക്ലിക്ക് ചെയ്യുക. ഓർഡർ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രൊഡക്റ്റുകളാണോ പർച്ചേസ് ഓർഡറിൽ സെലക്ട് ചെയ്തിരുന്നത് അതെല്ലാം പർച്ചേസ് എൻട്രിയിൽ വരും. അതിനുശേഷം പേയ്മെൻറ്റ് മോഡ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പർച്ചേസ് ടൈപ്പ് ക്രെഡിറ്റ് ആണോ ക്യാഷ് ആണോ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ ആഡ് ചെയ്യാം. അതിനുശേഷം പേയ്മെൻറ്റ് മോഡ് ആഡ് ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി. ക്യാഷ് ആയതുകൊണ്ട് ടോട്ടൽ പെയ്ഡിന് ഇവിടെ എമൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. $4050. ഓക്കെ, ഇങ്ങനെയാണ് പർച്ചേസ് ഓർഡറിനെ പർച്ചേസ് ബില്ലാക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.